ഹായ്, ഞാൻ രഞ്ജു രാജേഷ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പോസിറ്റീവ് അഫർമേഷൻസിൻ്റെ പവറിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയും. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത ആ ന്യൂറൽ പാത്വേസ് നമുക്ക് സൃഷ്ടിക്കണം. അതിനാണ് നമ്മൾ ഈ അഫർമേഷൻസ് ഉപയോഗിക്കുന്നത്. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിൽ, അതായത് പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എഴുതണം. നമ്മുടെ ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു പേപ്പർ എടുത്ത് അത് നമ്മളിതുപോലെ പോസിറ്റീവായിട്ട് പ്രസൻറ്റ് ടെൻസിൽ എഴുതി വെച്ചിട്ട് ഇത് നമ്മൾ മെയിനായിട്ടും നമ്മൾ രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാലുള്ള ഒരു മണിക്കൂറിനകത്ത് നമ്മൾ ഒന്നുകിൽ വായിക്കണം അല്ലെങ്കിൽ എഴുതണം. പിന്നീട് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു മണിക്കൂർ അതിനകത്ത് വെച്ച് നമ്മൾ ഒന്നുകിൽ എഴുതണം അല്ലെങ്കിൽ വായിക്കണം. കഴിവതും എഴുതുന്നതാണ് കൂടുതലും നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ പരിപൂർണ ആരോഗ്യം, അപ്പോൾ ഹെൽത്തിന് വേണ്ടിയാണ് നമുക്ക് അഫർമേഷൻസ് നമ്മൾ എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം എനിക്ക് പരിപൂർണ ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ഐ ആം ഹെൽത്തി ഓൾവേസ്, ഐ ആം ഹാപ്പി ഓൾവേസ്. ഇപ്പോൾ കാശിന് വേണ്ടിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഐ അട്രാക്ട് മണി എവറി ഡേ. ഞാൻ എഴുതുന്ന ഒരു അഫർമേഷനാണ് ഐ അട്രാക്ട് മണി എവറി ഡേ, ഐ ആം ഹെൽത്തി ഓൾവേസ്, ഐ ആം ഹാപ്പി ഓൾവേസ്. ഇങ്ങനെ നമുക്ക് വേണ്ട ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യത്തിനും വേണ്ടി നമുക്കിതുപോലെ അഫർമേഷൻസ് എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ ബോഡി പാർട്ടിന് വേണ്ടി പ്രത്യേകിച്ച് വേണോ, എങ്ങനെ വേണോ നമുക്ക് എഴുതി വയ്ക്കാം. എന്ത് ആഗ്രഹത്തിന് വേണ്ടി നമുക്കിതുപോലെ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് എഴുതി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കണം. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഇപ്പോൾ നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ നമുക്കിങ്ങനെ അല്ലാതെ വെറുതെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇരിക്കാം. അത് കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുന്നേയും എഴുന്നേൽക്കുന്നതിന് മുന്നേയും രാത്രി ഇപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേയും ഇത് എഴുതുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഈ അഫർമേഷൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡും കൂടി ചേർത്ത് പറഞ്ഞാൽ അത് കുറേ കൂടി ബെറ്ററാണ്. അതായത് ഇപ്പോൾ നമുക്ക് പരിപൂർണ്ണ ആരോഗ്യം, നമ്മൾ ഹെൽത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് പരിപൂർണ്ണ ആരോഗ്യമുള്ളതിന് നന്ദി, എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം ക്യാഷ് ഉള്ളതിന് നന്ദി. ഇതുപോലെ നമുക്കിപ്പോൾ ഒരു കാല് സുഖമില്ലാത്തൊരു ആളാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ കാലുകൾ പരിപൂർണ്ണ ആരോഗ്യമുള്ളതായിരിക്കുന്നതിന് നന്ദി, അല്ലെങ്കിൽ എൻ്റെ കൈകൾ പരിപൂർണ്ണ ആരോഗ്യമുള്ളതായിരിക്കുന്നതിന് നന്ദി. ഇങ്ങനെ എല്ലാ ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിച്ചതിനു നന്ദി. ഇങ്ങനെ നമുക്ക് എല്ലാത്തിനും നമുക്കിതുപോലെ അഫർമേഷൻസ് എഴുതി വച്ച് അതിൻ്റെ കൂടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഈ നന്ദി എന്നൊരു വേർഡും കൂടി ചേർത്ത് പറയുന്നത് കുറച്ചുകൂടി നല്ല റിസൾട്ട് തരും. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടി ചേർത്ത് അഫർമേഷൻസ് പറഞ്ഞാൽ, ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അമേസിങ് ആയിട്ടുള്ളൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.